പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഇല്ല. ജനങ്ങൾക്കൊപ്പം നിൽക്കാനായില്ലെങ്കിൽ വല്ല പണിയെടുത്ത് ജീവിക്കണം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന് മറുപടിയുമായി CPM-ന്റെ സൈബർ മുഖമായ പോരാളി ഷാജി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സൈബർ അണികളെ പഴിച്ച് ജയരാജൻ രംഗത്ത് വന്നിരുന്നു. ഇടതുപക്ഷത്തിന്റേതെന്ന് കരുതുന്ന സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളെ വിലയ്ക്ക് വാങ്ങുകയാണ്. ഇത് പുതിയ കാലത്തിന്റെ വെല്ലുവിളിയാണ്. അഡ്മിനുകളെ വിലയ്ക്ക് വാങ്ങിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നുവെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. ഇതിനാണ് സൈബർ പേജ് മുഖമടച്ച മറുപടി നൽകുന്നത്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല. അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ്. കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓംറോ വിളികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ. ജനം എല്ലാം കണ്ടു. അതാണ് 19 8 നിരയിൽ പൊട്ടിയത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കാം. ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം. പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. തോൽവിക്കുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 6 മാസം മുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കാനായില്ല. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമല്ലായിരുന്നു. ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി തടസ്സപ്പെടുത്തി. അതുവഴി നിർമ്മാണ മേഖല തകർന്ന് തൊഴിലാളികൾക്ക് പണിയില്ലാതെയായി. പെർമിറ്റ് ഫീസ് 15 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. കറണ്ട് ബിൽ ഉയർത്തി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ പോലീസും DYFIയും നേരിട്ട രീതി ജനങ്ങളെ സർക്കാരിനെതിരാക്കി മാറ്റി. ജനത്തിന്റെ പരാതി പരിഹരിക്കാൻ എന്ന പേരിൽ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര വമ്പിച്ച തിരിച്ചടിയായി മാറി. റബ്ബർ കർഷകർക്ക് ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിച്ച വില നൽകാത്തതും കർഷക പെൻഷൻ മുടങ്ങിയതും വന്യമൃഗങ്ങളിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാത്തതും സാധാരണ ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റി. 2ാം പിണറായി സർക്കാരിലെ ഏറ്റവും വലിയ പരാജയം MVD ആയിരുന്നു. ഇന്ത്യയിൽ ഒരിടത്തും നിർബന്ധിതമല്ലാത്ത കളർ കോഡ് ടൂറിസ്റ്റ് ബസ്സുകളിൽ അടിച്ചേൽപ്പിച്ചതോടെ ബസ്സുകൾ കർണാടകയിൽ പോയി രജിസ്ട്രേഷൻ നടത്തി. ഇത് സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. CPM-നെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല. ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണ്. ഇവർ നിർമ്മിച്ച സീക്രട്ട് ഗ്രൂപ്പുകൾ പാർട്ടി പരിശോധിക്കുകയും ഈ ക്രിമിനൽ മനോരോഗികളെ നിയന്ത്രിക്കുകയും ചെയ്യണം. ഞങ്ങൾ മാന്യമായ രീതിയിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. പോരാളി ഷാജിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു വരുന്ന വ്യാജ പോസ്റ്റുകൾക്കോ വ്യാജ പോരാളി ഷാജി പേജുകളിൽ വരുന്ന പോസ്റ്റുകൾക്കോ ഞങ്ങൾ ഉത്തരവാദികളുമല്ല എന്ന് പറഞ്ഞാണ് പോരാളി തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.